മേക്കേഴ്സ് കെന്നായിരിക്കുന്നല്ലേ എൻ്റെ വീട്ടിൽ താഴെ വന്ന് ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോൾ എനിക്ക് ഇന്റർവ്യൂ കൊടുക്കാൻ ഒരു മൂടില്ലായിരുന്നു. ഞാൻ വന്ന് കയ്യിൽ വന്ന് കിട്ടിയ ഡ്രസ്സ് അതെല്ലാം ഇട്ട് അമ്മ ആണെങ്കിൽ റൂമിൽ വന്ന് ഇറങ്ങി വാടി എന്നെല്ലാം പറഞ്ഞ് എന്നെ തിട്ടി. എന്നിട്ടാണ് ഞാൻ ഇന്റർവ്യൂ കൊടുത്തത്. ശരിയെന്നോ നോക്കിയാ കെന്നയുടെ വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാൻ വന്ന് സംസാരിച്ച് ഒരു 3 മണിക്കൂർ ഇന്റർവ്യൂ പോയി. പക്ഷെ ആ ഇന്റർവ്യൂ കാരനാണ് ഇന്ന് എനിക്ക് വന്ന് കേരളത്തിലെ കുറെ പേർക്ക് എന്നെ അറിയുന്നത്. സൂപ്പർ. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്കറിയാം ഇത്രയും വ്യൂസിന് ഇത്രയും പൈസയൊക്കെ യൂട്യൂബ് ഡിജിറ്റൽ മീഡിയ തരും എന്ന് നമുക്കറിയാം, ചേച്ചിക്ക് അറിയാം. അപ്പൊ ഇത്രയും പൈസയൊക്കെ എന്ത് ചെയ്യുന്നു ഈ ചെറിയ പ്രായത്തില്? പൈസയാ? ഞാൻ യൂട്യൂബിലിട്ട് ഒരു കുറെ നാളായി, അത്ര ഇടാറില്ല ഇപ്പൊ. അല്ല മറ്റുള്ള, കാരണം യൂട്യൂബ് ചാനലിനെല്ലാം കൊടുക്കുന്നില്ല യുവർ ഇന്റർവ്യൂ, ഒന്നും പൈസ ഒന്നും തരുന്നില്ല. ഇല്ല. അത്ര ഇന്റർവ്യൂ വ്യൂസ് പോയി, ഒരു പാതി ഷെയർ എനിക്ക് വേണം ആക്ച്വലി. ഓ മൈ ഗോഡ് ഷാൽവിൻ, മിനിമം 1 കോടിയെങ്കിലും ഞങ്ങളുടെ കുഞ്ഞിന് കൊടുക്കണം. ശരിയായിട്ടുള്ള കാര്യമല്ല, ഒരു കിരീടത്തിൽ ഇത് ഒതുക്കാന്ന് വിചാരിക്കണ്ട. കറക്റ്റ്.